ഒരു പെൺകുട്ടിയുടെ ജീവൻ കൂടി നഷ്ടമായല്ലേ. ഇന്നലെ തൊട്ട് ഈ വാർത്തകൾ കേട്ട് കേട്ട് തല മരവിച്ചു പോയ അവസ്ഥയാണ്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുന്ന നമുക്ക് പോലും ആ വേദന സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 11 വർഷക്കാലം ആ പെൺകുട്ടി ഒരു മുറിക്കുള്ളിൽ അനുഭവിച്ചു തീർത്ത വേദനയും കരഞ്ഞു തീർത്ത കണ്ണീരും എത്രയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. എനിക്ക് നമ്മുടെ നാട്ടുകാരോടും വീട്ടുകാരോടും ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം കല്യാണം കഴിക്കുന്നതല്ല. അവൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഇനിയിപ്പൊ കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പ്രായമാകുമ്പോ തൊട്ട് കല്യാണം കഴിക്കുന്നില്ലേ, എപ്പോഴാ കല്യാണമില്ലാതെ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം പ്രായമാകുമ്പോ എന്താവും എന്നൊക്കെയുള്ള ഒരുപാട് ഉപദേശങ്ങളും ചോദ്യങ്ങളുമാണ് ഓരോ പെൺകുട്ടിയും കേട്ട് വളരുന്നത്. ഈ പാതി വഴിയിൽ ജീവിതം അവസാനിക്കുന്നതിലും എത്രയോ നല്ലതാ കുറെ നാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിലും ഇനിയിപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിയില്ലേ, ഒരു കുട്ടിയായി കഴിഞ്ഞാൽ അടുത്ത കുട്ടി വേണ്ടേ, എത്രയെത്ര ചോദ്യങ്ങളാ. ചോദ്യങ്ങളുടെ ഇടയ്ക്ക് ഉരുകി തീരാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെയും ജീവിതം. നമ്മൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ ഭൂമിയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടാലും അത് ജീവനോടെ ഇരുന്ന് ഫൈറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന് മാത്രം. ഒരു 100 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ പോലും നമ്മൾ എത്ര ആലോചിക്കും അല്ലേ. ഒരു സൈറ്റിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ അതിന്റെ റിവ്യൂ ഒക്കെ നോക്കി കമ്പാരിസൺ ഒക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ മേടിക്കുന്നത്. അപ്പൊ പിന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായ കല്യാണത്തിന്റെ കാര്യത്തിലോ എത്ര ആലോചിച്ചാലാ അല്ലേ. ഇനി അഥവാ ഒരു തെറ്റ് പറ്റിയെന്ന് വിചാരിക്കുക, നമ്മൾ കല്യാണം കഴിച്ച ആള് നമുക്ക് പറ്റുന്നതല്ലെങ്കിൽ എപ്പോഴാണോ അത് മനസ്സിലാവുന്നത് അപ്പൊ തന്നെ അത് നിർത്തി നമ്മുടെ ബാക്കിയുള്ള ജീവിതം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്കുക. എനിക്കറിയാം പല പെൺകുട്ടികൾക്കും അത് പറ്റാതെ പോകുന്നത് നമ്മുടെ കുടുംബക്കാരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു പേടി കൊണ്ടാ. മനുഷ്യനൊരു സാമൂഹിക ജീവിയൊക്കെ തന്നെയാ, പക്ഷെ ഏറ്റവും വലുത് നമ്മുടെ ജീവനാ. ആ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് നമുക്ക് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തി ജീവിക്കേണ്ട ഒരാവശ്യവുമില്ല. ഇനിയിപ്പോ ആരെങ്കിലും നമ്മുടെ കുറ്റം പറയുവാണെങ്കിൽ പറഞ്ഞോട്ടെന്നേ, കൂടിപ്പോയ അവരെന്ത് പറയും, അവളൊരു തന്റേടിയാന്ന് പറയും, ധിക്കാരിയാന്ന് പറയും. അതെന്തായാലും ഈ സമൂഹം പറയും. നമ്മൾ എത്ര സഹിച്ച് ജീവിച്ചാലും അവരതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒന്നിന്റെ പേരിൽ നമ്മൾ നമ്മുടെ ജീവിതം കളയേണ്ട കാര്യമില്ല. തന്റേടിന്ന് വിളിച്ചാൽ അതെ ഞാൻ തന്റേടിയാണ്, എന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്തിരി തന്റേടം കാണിക്കേണ്ടി വന്നാൽ അതിലൊരു തെറ്റുമില്ലെന്നേ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ പെൺകുട്ടികൾ ഈ രീതിയിലൊക്കെ വേദന അനുഭവിച്ചു അല്ലെങ്കിൽ ജീവൻ കളഞ്ഞു പോയി എന്ന് കേൾക്കുമ്പോൾ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എന്തിനാ നമ്മൾ നമ്മുടെ ജീവൻ കളയുന്നത്? ഏതോ ഒരുത്തനെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവനും ജീവിതവും ഒന്നും കളയേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും സന്തോഷമായിട്ട് ഏറ്റവും സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിൽ നമുക്കുണ്ട്. അത് ഒരുത്തന്റെ പേരിലും നമ്മൾ ഇല്ലാതാക്കേണ്ട ഒരു കാര്യവുമില്ല. വാർത്ത കേട്ടപ്പോ തൊട്ട് എല്ലായിടത്തും കാണുന്നതാണ് പെൺകുട്ടികളെ സ്ട്രോങ് ആവണം, പെൺകുട്ടികളെ സ്ട്രോങ് ആവാൻ വീട്ടുകാർ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഓരോരോ ഉപദേശങ്ങള്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ ആൺകുട്ടികൾക്ക് എന്താ ഇതൊന്നും ബാധകമല്ലേ? ഒരുവനെ നന്നായി വളർത്തുക, മറ്റൊരു പെൺകുട്ടിയെ, ഇനി അത് ആര് തന്നെ ആയിക്കോട്ടെ, ഒരാളെയും ശാരീരികമായോ മാനസികമായോ ദ്രോഹിക്കാതിരിക്കാൻ ഈ ആൺകുട്ടികളെയും പഠിപ്പിക്കേണ്ട കാര്യമില്ലേ? അവരെന്താ ഇഷ്ടമുള്ള പോലെ നടന്നോട്ടെ, ഈ പെൺകുട്ടികളെ സ്വയം നിയന്ത്രിക്കണം, സ്വയം കൺട്രോൾ ചെയ്യണം അല്ലേ? അവർ പ്രതികരിക്കാനേ പാടില്ല. പ്രതികരിച്ചാൽ അതങ്ങ് തെറ്റായിപ്പോയി. നമ്മൾ ഒരു ഡ്രസ്സ് ധരിച്ചാൽ പോലും, ഒരു പെൺകുട്ടിനെ പീഡിപ്പിച്ചാൽ പോലും അതിനുള്ള കാരണം എന്താ? അവൾ ആ ഡ്രസ്സ് ഇട്ടത് കൊണ്ടാണെന്ന്. എന്നാൽ 1 വയസ്സുള്ള കൊച്ചിനും 90 വയസ്സുള്ള അമ്മൂമ്മേനെയും റേപ്പ് ചെയ്യുന്ന മനുഷ്യരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊക്കെ അവരുടെ വസ്ത്രധാരണം കൊണ്ടാണോ? ഇങ്ങനെ എന്ത് തന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചാലും അതിനൊക്കെ കാരണം പെൺകുട്ടികളാണ് അല്ലെ. അവരുടെ രീതികളാണ്, അവരെ വളർത്തിയതാണ്, അവരുടെ ചിന്തകളാണ്, അവരുടെ പ്രവൃത്തികളാണ്. അതാണ് നമ്മുടെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇനിയെങ്കിലും ആൺകുട്ടികളെ നേരെ ചൊവ്വെ വളർത്താനായിട്ട് ഓരോ വീട്ടുകാരും ശ്രമിച്ചേ പറ്റുള്ളൂ. അല്ലാതെ സമൂഹത്തിനും അല്ലെങ്കിൽ ഓരോ കുടുംബത്തിനും ബാധ്യതയാവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോന്നിയ പടി വളർത്തി വിട്ടിട്ട് 10-30 വയസ്സാകുമ്പോഴത്തേനും ഏതെങ്കിലും ഒരു പാവം പെൺകൊച്ചിനെ പിടിച്ച് കെട്ടിച്ചു കൊടുക്കും. പിന്നെ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താ? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നന്നാക്കി എടുക്കേണ്ടത് നിന്റെ മിടുക്കാണെന്ന്. 30 വർഷം ഒരു വീട്ടുകാരെ വളർത്തിയിട്ട് നന്നാവാത്ത ആൺപിള്ളേരെങ്ങനെയാ ഒരു ദിവസം കൊണ്ട് വന്നു കയറുന്ന പെൺകുട്ടി വിചാരിച്ചാൽ നന്നാക്കി എടുക്കാൻ പറ്റുമോ? ഇതൊന്നും അറിയാതെയാണ് ഓരോ പെൺകുട്ടികളും ഓരോ ചെറുക്കന്മാരുടെ ജീവിതത്തിൽ ചെല്ലുന്നത്. അവരുടെ ജീവിതം അതോടുകൂടി തീർന്നു. ഇതിന് തിരിച്ചും സംഭവിക്കുന്ന കേസുകൾ ഉണ്ട് കേട്ടോ. എല്ലാവരെയും അടച്ചു പറയുകയല്ല, നല്ല പോലെ ജീവിക്കുന്ന മനുഷ്യരും ഉണ്ട്. പക്ഷെ എന്ത് വരുമ്പോഴും അങ്ങനെയാണ്. പെൺകുട്ടികളെ എല്ലാം ശ്രദ്ധിക്കുക. പെൺകുട്ടികൾ മാത്രമാണ് എല്ലാം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ഒരു ന്യൂസിൽ തന്നെ കാണാം, അല്ലെങ്കിൽ അവൾക്ക് വേറെ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ അവൾക്ക് വല്ല അവിഹിതം കാണും, അവള് വേറെ എന്തെങ്കിലും പോയിട്ടായിരിക്കും. ആ ഒരു വ്യക്തിയുടെ മീഡിയയിൽ ആ ഒരു വ്യക്തി കൊടുത്ത മീഡിയക്കാരോട് സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അയാൾക്ക് ശരിക്കും ഒരു പ്രശ്നം, എന്തോ ഒരു പ്രശ്നമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഒരു നാർസിസ്റ്റിന്റെ എല്ലാ ലക്ഷണങ്ങളും അയാൾ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്തരക്കാർക്ക് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള മിടുക്കം കൂടുതലായിരിക്കും. അവർ വിക്ടിമിന്റെ അടുത്ത് മാത്രമാണ് ആ ഒരു സ്വഭാവം കാണിക്കുള്ളൂ. ബാക്കി എല്ലാവരെയും മുന്നിൽ അവർ ഭയങ്കര കെയറിങ് ആൻഡ് ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ചിലപ്പോൾ അത് അനുഭവിക്കുന്ന വിക്ടിമിന് പറ്റില്ല. ഇനി ആ ഒരു വ്യക്തി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും ഈ അബ്യൂസർ അതൊക്കെ
ശരിയല്ലെന്നുള്ള രീതിയിൽ അയാൾക്കത് പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അയാൾ അബ്യൂസറും മറ്റേ വ്യക്തി വിക്ടിമായിട്ട് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ ഇനി എന്നാ മനസ്സിലാക്കുക? പറ്റില്ല, എനിക്കിവിടെ പറ്റില്ല, ഞാനിവിടെ ഓക്കെ അല്ല, ഞാനിവിടെ മെന്റലി ഫിസിക്കലി വിഷമം അനുഭവിക്കുകയാണ് എന്നൊരാള് പറഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങിപ്പോരൂ എന്ന് പറയാനാണ് കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ മരിച്ചു പോയി കഴിഞ്ഞിട്ട് എന്നോട് അവൾ ഇങ്ങനെ പറഞ്ഞു, അവൾ ഇങ്ങനെ അനുഭവിച്ചു, ഇതാണ് ഫോട്ടോസ്, ഇതാണ് വീഡിയോസ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ട് എന്ത് കാര്യം? മരിച്ചു കഴിഞ്ഞ് കിട്ടേണ്ടതാണോ നീതി? മരിച്ചു കഴിഞ്ഞ് കിട്ടിയാൽ തന്നെ അതിന് നീതി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമാണ് നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്. രക്ഷപ്പെട്ടു പോവാൻ ശ്രമിച്ചാൽ പോലും പറ്റാത്ത വിധത്തിൽ വരിഞ്ഞു മുറുക്കിയിട്ട് ജീവൻ കളഞ്ഞിട്ട് പിന്നെ നമ്മൾ നീതിക്ക് വേണ്ടി പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റും, നമ്മുടെ വീട്ടിലും, നമ്മുടെ ഫ്രണ്ട്സിലും, അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഓരോരുത്തരുടെയും ലൈഫ് എങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും ഓരോ പെൺകുട്ടിയോടും ചോദിക്കണം. നീ ഓക്കെ ആണോ? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മെന്റലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇനി അതുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഒരുപാട് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്കിപ്പം ഉണ്ട് അല്ലെ? അതിൽ നല്ലതൊന്ന് കണ്ടുപിടിച്ച് ഇനി ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് പോവാ. അല്ലാതെ ഇത് എന്നെ ബാധിക്കുന്നതല്ല, എന്റെ കുടുംബത്തിൽ സംഭവിച്ചതല്ല, എന്റെ കൂടപ്പിറപ്പിനോ എന്റെ സുഹൃത്തുക്കൾക്കോ സംഭവിച്ചതല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇന്ന് കണ്ണടച്ച് വിട്ടാൽ നാളെ ഇത് നമ്മുടെ വീട്ടിൽ നടക്കും. അന്ന് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരാ ഉണ്ടാവുക? അപ്പോ നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മൾ പ്രതികരിച്ചേ തീരൂ. കാരണം ഇത് നമ്മുടെ വീട്ടിലല്ലെങ്കിൽ പോലും, നമുക്കറിയുന്ന ഒരാൾക്കല്ലെങ്കിൽ പോലും, നമ്മുടെ കൂടെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പെൺകുട്ടിയെങ്കിലും ഇത്തരത്തിൽ വേദന സഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വേദന കൂടിയാണ്. എനിക്ക് ശരിക്കും അങ്ങനെയാണ് ഫീൽ ചെയ്യുക. ഒരു പെൺകുട്ടിയെങ്കിലും സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വേറൊരു വീട്ടിൽ ചെന്നതിന്റെ പേരിൽ അവൾ അവിടെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ആ പെൺകുട്ടി ഡിസേർവ് ചെയ്യുന്ന വേദനയല്ല. അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് അല്ലേ? ഒരു വീടിന്റെ സ്വപ്നമായിരുന്നിരിക്കും അവള്. വേറൊരു വീട്ടിൽ ചെന്നിട്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് എന്തിനാ അവള് വേദന അനുഭവിക്കുന്നത്?